ശ്രീ മുഹമ്മദ് മോഹസിൻ. സർ, വിഴിഞ്ഞം ഇന്ത്യയുടെ ആദ്യത്തെ മദർഷിപ്പ് തുറമുഖമാവുകയാണ്. അന്താരാഷ്ട്ര കണക്ഷൻ, ലോജിസ്റ്റിക് പിന്തുണ, മികച്ച ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുമ്പോൾ കേരളം കടൽ ഗതാഗതത്തിലും ചരക്ക് നീക്കത്തിലും ലോകത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ ലോജിസ്റ്റിക്സിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ റെയിൽ കണക്ടിവിറ്റി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ കഴിയുന്ന രീതിയിൽ സംവിധാനം ഒരുക്കുന്നുണ്ടോ? എന്താണ് അതിന് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? സർ, ഇത് സംബന്ധിച്ച പഠനങ്ങളും DPRും തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി. അതിൻ്റെ എൻവയോൺമെൻ്റൽ അംഗീകാരം ലഭിച്ചു. ഇപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുന്നു. 5.526 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 1482 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. 2028 പൂർത്തീകരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വിഴിഞ്ഞം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളുമായിട്ടാണ് വിഴിഞ്ഞം മത്സരിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ ചെറു തുറമുഖങ്ങൾ ഫീഡർ കണക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടും ഉൾഭാഗത്തുള്ള ജലഗതാഗതം നദികളെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടും ചെലവ് കുറഞ്ഞ രീതിയിൽ ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്വീകരിക്കുമോ? ഇത് സംബന്ധിച്ച് മാരിടൈം ബോർഡുമായി ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോൺ മേജർ പ്രോജക്റ്റ് തുറമുഖങ്ങൾ കൂടി ഇതിന് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലുള്ള ഭാവി പ്രവർത്തനങ്ങളുണ്ടാകും.